ഇപ്പോൾ ഒരാളെ നമ്മൾ എന്തെങ്കിലും പറയണം എന്നില്ലേ, ആരുമായിട്ടാണോ നമുക്ക് ഇത്തിരി ഒരു ഇതുള്ളത്, അവരെക്കുറിച്ച് നമ്മളിരുന്നാലും അവരെന്നോടങ്ങനെ പറഞ്ഞില്ലേ, ചെയ്തില്ലേ, അവരനുഭവിക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ആരുടെ അടുത്തെത്തും? അവരുടെ അടുത്തെത്തി. അവരുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വൈബ്രേഷൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നെഗറ്റീവ് വൈബ്രേഷൻ അവരും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വീണ്ടും ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. കാരണം ഇവിടെ ഡെപ്പോസിറ്റ് ആവുകയാണ്, കട ഉണ്ടാക്കുകയാണ് അവരും നമ്മളും തമ്മിൽ. അതുകൊണ്ട് വായി കൊണ്ട് പറയണം എന്നില്ല. ഇപ്പം അങ്ങനെയല്ലേ, രാവിലെ ഒരു വഴക്കിട്ടു, അവരും പോയി നമ്മളും പോയി, പക്ഷെ വൈകുന്നേരം വരെ ഇവിടെ നമ്മൾ അകത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കും. അപ്പം നേരിട്ടൊന്നും പറയണില്ല, എന്നാലും കണ്ടില്ലേ രാവിലെ ഇറങ്ങിപ്പോയപ്പോൾ എന്നെ പറഞ്ഞിട്ട് പോയില്ലേ. പറഞ്ഞതൊരു വാക്ക്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു മഹാഭാരതം രാമായണം നമ്മൾ എഴുതിയിട്ടുണ്ടാവും. എവിടെ? എൻ്റെ ഇടയിൽ എത്ര പേരുടെ ഫോൺ വന്നു, അമ്മയുടെ ഫോൺ വന്നാലും ആര് കയറി അറിയുമോ എന്ന് എന്നെ എന്താ പറഞ്ഞതെന്നറിയോ? വൈകുന്നേരം ഒരു വാക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും അല്ലേ, നോവലിസ്റ്റൊക്കെ എങ്ങനെയാണല്ലോ, അവർക്കൊരു സംഭവം കിട്ടിയാൽ മതി, ഒരു ചെറിയ കാര്യം, അതിനെ അവരെന്ത് ചെയ്യും? ഇത്രയും വലിയ പുസ്തകമാക്കും. അതേപോലെയാണ് നമ്മൾ രാവിലെ മുതൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടാക്കണം ഇവിടെ, എത്ര മഹാഭാരത റെഡിയാക്കണ, എത്ര രാമായണം റെഡിയാക്കിക്കൊണ്ടിരിക്കണ. അപ്പം ഇത്രയും വെയിറ്റ്, അത്രയും വലിയ പുസ്തകമാണ്, അതുകൊണ്ട് അത്രയും വെയിറ്റ് നമ്മുടെ കൂടുകയാണ്. എവിടെ? മനസ്സിൽ. അതാണ് മനസ്സിൻ്റെ ഭാരം.